guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉച്ചക്കത്തെ ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉച്ചക്കുള്ള കറിക്കുള്ള ഇതെല്ലാം അരിഞ്ഞ് വെക്കാൻ കരുതി ഇറച്ചിയാണ് ഇന്ന് കറി വെക്കുന്നുള്ളത്. അങ്ങനെ ഇറച്ചിയൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം പച്ചക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാബേജ് വറവ് അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊക്കെ സെറ്റായി. ഇതിനിടയിൽ ഇപ്പോൾ ഭയങ്കര ചൂടിടെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ടാങ്കൊക്കെ കലക്കിയിട്ട് കുടിച്ച് പിന്നെ തണുത്ത ടാങ്ക് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുന്നത്. അത്ര നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെയല്ലോ. അതൊക്കെ കുടിച്ച് ഇതിനിടയിൽ ഉമ്മാൻ്റെ ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഉമ്മ വിറകടുപ്പിലാണ് ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് വിറകടുപ്പിൽ ഉണ്ടാക്കിയ ഇറച്ചിക്കറി. അതൊക്കെ സെറ്റായി പോകുന്നത്. ഇന്ന് നെയ്ച്ചോറും ഇറച്ചിക്കറിയും കഴിക്കാമെന്ന് കരുതി അത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ദിവസമാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഉച്ചക്ക് ഒരു മാസമായില്ല ഉച്ചക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി. പിന്നെ ഇതാ കുളിച്ച് നിസ്കരിച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കേണ്ടതൊന്നുമില്ല. ഭയങ്കര ചൂടായ കാരണം തണുത്ത ജ്യൂസും വെള്ളമൊക്കെ കുടിക്കുന്നതുകൊണ്ട് വയറൊക്കെ ഫുള്ളാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു രസം തന്നെയല്ലേ. അല്ലാതെ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഉച്ചക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കുന്നുള്ളത്. പിന്നെ ഒരു മാസം ഉച്ചക്കിങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ നോമ്പ് കാരണം. കുട്ടികൾക്കുമായി ലഘുമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നല്ലാതെ ഇങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു മാസം. അതൊക്കെ തയ്യാറായി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തിന്നാനൊക്കെ ആയിരുന്നു. അങ്ങനെ ചോറൊക്കെ വേവിച്ച് നല്ല പാങ്ങുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ഇറച്ചിക്കറി അതും കൂടി നെയ്ച്ചോറൊക്കെ വേവിച്ച് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി. വേറെ ഒന്നല്ല, എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലേക്ക് ഞാൻ അവിടത്തേക്ക് എത്തി. പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പാങ്ങന്നല്ലേ. അത് അവിടെ മൂത്തമാനെ കാണാനൊക്കെ വന്ന് എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. പിന്നെ അവിടത്തെ അവിടെ അമ്മായിത് അപ്പമൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് എവിടെ പോയാലും പെരുന്നാളിൻ്റെ അപ്പയ്ക്ക് മുന്നേ എടുത്ത് തരുന്നത്. അങ്ങനെ അമ്മായി പെരുന്നാളിൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് തന്ന് ഇനി റോളക്സൊക്കെ തയ്യാറാക്കി ഞാൻ അവിടെ ഇരുന്ന് ഇതൊക്കെ കുടിച്ച് കുറച്ച് സംസാരിച്ചിട്ട് കുറച്ച് ഇരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ പേർക്കേക്കൊന്ന് പോയി. മൂത്താൻ്റെ പേർക്ക് കടടുത്ത് തന്നെയാണ് ഒരു തറവാട് വീട്. അവിടത്തേക്കൊന്ന് പോയി. പിന്നെ അവിടെ പോയി മൂത്തമാനൊക്കെ കണ്ട് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി സംസാരിച്ചിരുന്ന് കുറേ സമയം പോയെന്ന് അറിഞ്ഞില്ല. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഇരുന്ന് രസമുണ്ടായിരുന്നു. കുറേ ലേറ്റായി. പിന്നെ അവിടെ നിന്ന് വന്ന് ഇറങ്ങി അങ്ങനെ പോയതൊന്നും അറിഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഹോട്ടലിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷേ ഹോട്ടലിൽ പോകുമ്പോൾ ഫുള്ള് എന്നാണ് പറയുന്നുള്ളത്. ക്ലോസ് ആക്കി എന്നാണ് പറയുന്നുള്ളത്. അങ്ങനെ 2-3 ഹോട്ടലൊക്കെ കയറി അവസാനം പിന്നെ ഹോട്ടലിലേക്ക് കയറി. പിന്നെ അവിടെ കയറിയിട്ട് പിന്നെ 1 മണിക്കൂറോളം വെയിറ്റൊക്കെ ചെയ്ത് ഫുഡിന് അത്ര വരെ തിരക്കായിരുന്നു ഹോട്ടലിലൊക്കെ. പിള്ളേരൊക്കെ ആകെ ടയർഡൊക്കെ ആയി. അങ്ങനെ അവസാനം ഫുഡൊക്കെ റെഡി ആയിട്ട് വന്ന് ടേബിളിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുവച്ച് പിന്നെ ഫുഡൊക്കെ കഴിക്കാനിറങ്ങി. പിന്നെ പെരുന്നാളിൻ്റെ ഹോട്ടലൊക്കെ അടിച്ചത് കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പിറ്റേ ദിവസം ഹോട്ടലിലൊക്കെ. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.